പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? ഈ പ്രഭാതത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. യാതൊരു കുറവുമില്ലാതെ നിറഞ്ഞ അനുഗ്രഹത്തോടെ നിങ്ങൾ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ജീവിക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എല്ലാമുണ്ടെങ്കിലും ഒരു കുറവിനെയും നികത്തിയിട്ടില്ലല്ലോ എന്ന് വിഷമിക്കുകയാണോ? ഏതോ ഒരു കാര്യത്തിൽ ഒരു കുറവുണ്ട്. കുടുംബത്തിനുള്ളിൽ ഒരു കുറവുണ്ട്, ജോലിയിൽ ഒരു കുറവുണ്ട്, ബിസിനസ്സിൽ ഒരു കാര്യം നടക്കുന്നില്ല, ഒരു കുറവുണ്ട്, മക്കളുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, ശുശ്രൂഷയിലെല്ലാം ശരിയായി നടന്നാലും ഒരു ഭാഗത്തൊരു കുറവുണ്ട്. എന്തോ ഒരു കുറവ്, അതോർത്ത് വിഷമിക്കുകയാണല്ലേ? എന്നാൽ ദൈവം വാക്ക് തരുന്നു. 34 സങ്കീർത്തനം 10 വാക്യത്തിൽ, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നന്മയുള്ള ഒരു കാര്യത്തിനും കുറവുണ്ടാവുകയില്ല. ഒരുപക്ഷെ ആവശ്യമില്ലാത്തതായിരിക്കാം ആഡംബരം. അഹങ്കരിക്കുവാൻ വേണ്ടി മറ്റുള്ളവർക്കുണ്ട്, എൻ്റെ അടുത്തില്ല എന്നയൊരു ചിന്താഗതിയാണെങ്കിൽ അത് ദൈവം തരുന്നതല്ല. നന്മ, നിങ്ങൾക്ക് നന്മയുള്ളതെന്താണോ അതിൽ കുറവുണ്ടാവുകയില്ല. നിങ്ങളുടെ കുടുംബത്തിന് എന്ത് നന്മ വേണം? നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന് എന്ത് നന്മ വേണം? നിങ്ങളുടെ ശുശ്രൂഷയിൽ എന്ത് നന്മ വേണം? നന്മയുള്ള ഒരു കാര്യത്തിനും ഒരു കുറവും ഉണ്ടാവില്ല. ചിന്തിച്ചു നോക്കൂ, അത് നിങ്ങൾക്ക് ആവശ്യമുള്ള നന്മയാണോ? അതാവശ്യമാണോ? അതിൽ കുറവുണ്ടായിട്ടുണ്ടോ? എങ്കിൽ ആ കുറവ് ഇന്ന് ദൈവം നിറവേറ്റിത്തരും. വിശ്വസിക്കൂ, ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല. സത്യമായിട്ടും ഈ കാര്യം എന്നെ ബാധിക്കുന്നു, ഈ കുറവ് കാരണം ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കുറവ് കർത്താവ് തീർച്ചയായും ശരിയാക്കിത്തരും. അഥവാ അഹങ്കരിക്കാനുള്ളതോ പാഴായൊരു കാര്യമാണെങ്കിൽ ദൈവം അത് തരില്ല. ഇപ്പോൾ പറയൂ, ആ നന്മ നിങ്ങൾക്ക് ആവശ്യമാണോ? അതുണ്ട് എങ്കിലേ നിങ്ങൾക്കിപ്പോൾ കുറവില്ലാത്ത ഒരു നിറഞ്ഞ സന്തോഷത്തെ കാണാനാകുമോ? എന്നാൽ ആ നന്മ ഇന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഒരു നന്മയ്ക്കും കുറവുണ്ടാവില്ല. വിശ്വസിക്കൂ, ഏത് കാര്യത്തിലാണ് കുറവ് അത് നിറവുള്ളതാക്കാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശരിയായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ കൈവയ്ക്കൂ. ദൈവമേ, ഈ മകൻ, ഈ മകൾ, ഈ കുറവ് നിറവാക്കപ്പെടണം. ഇത് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ആവശ്യമാണ്, ഒരത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നന്മയും കുറയുകയില്ല എന്ന് അങ്ങ് വാക്ക് തന്നിരിക്കുന്നു. അവരത് അന്വേഷിക്കുന്നു. ഈ കുറവ് അങ്ങ് നിറയ്ക്കണമേ. ഇന്ന് തന്നെ ഒരു അത്ഭുതം ചെയ്യണം. അവരുടെ സന്തോഷം അങ്ങ് കാണണം. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കണം. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ